ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. അത് ഗ്ലോബൽ മാർക്കറ്റ് സീൻസ് വെച്ചിട്ടല്ല, മറിച്ച് ഇന്ന് ബംഗാൾ, തമിഴ്നാട്, കേരളം, ആസാം, പുതുച്ചേരി, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ടോട്ടലി ഇന്നൊരു ഫുള്ളി ആക്റ്റീവായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഇല്ല. മാർക്കറ്റിൽ വാച്ച് ചെയ്യും, ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യും. ആൻഡ് ബംഗാൾ ബേസ്ഡ് കമ്പനികൾക്കൊക്കെ അത്യാവശ്യം ബൂസ്റ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇന്നത്തെ മാർക്കറ്റ് ദിവസത്തിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് പതിവ് പോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&Pയുടെയും നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് ഓക്കെയാണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ഒരു 1-ാം തീയതിക്ക് ശേഷം ഓപ്പണിംഗ് ആയിട്ടുണ്ട് പലതും. ആൻഡ് നിലവിൽ ഒരു ഫ്ലാറ്റാണ്, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 90 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് പൊതുവെ ഇന്നല്ല 1 മെയ്ക്ക് ശേഷം ക്ലോസിങ്ങിന് ശേഷം ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിന് ശേഷം നിൽക്കുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് അത്യാവശ്യം പോസിറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സങ്ങും തായ്വാൻ വെട്ടും പോസിറ്റീവ് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് പൊതുവെ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ സൂചനകൾ കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ നമുക്കിവിടെ നോക്കാം. നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾ ടൈം ഹൈക്ക് ശേഷം ഡൗൺ സൈഡ് വരുന്നു, ഒരു ചെറിയ ബേസ് ഉണ്ടാക്കുന്നു, അപ്സൈഡ് വരുന്നു, ഒരു പുൾ ബാക്കും കിട്ടുന്നുണ്ട് അല്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അപ്സൈഡ് വരുന്നു, ഒരു പുൾ ബാക്കിനുള്ള ശ്രമം നടത്തുന്നുണ്ട് മാർക്കറ്റ്. സോ എന്തായാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും. ഒരു 60 മിനിറ്റ് ചാർട്ട് നോക്കാം. അപ്പോൾ 60 മിനിറ്റ് ചാർട്ടിൽ ഒരു കാര്യം സ്പെസിഫിക്കലി നിങ്ങളിവിടെ നോട്ട് ചെയ്തോളൂ, മാർക്ക് ചെയ്തോളൂ. 23,811 ഇത് തന്നെയാണ് ഒരു ബേസ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഏരിയ. മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു സോൺ ഉണ്ടല്ലോ 24,618, അപ്പോൾ ഈ ഒരു ഈ 2 സോണിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബേസിക്കലി. അപ്പോൾ നമുക്ക് ഈ ഒരു സോണിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് മൈനർലി നമുക്ക് ഈ ഒരു സോണോടെ വരച്ച് വെച്ചേക്കാം 24,324. അപ്പം അറിയാലോ, അപ്പം നിങ്ങൾക്കൊരു പിക്ചർ കിട്ടിക്കാണ് മാർക്കറ്റ് ഇവിടെ വന്നിട്ടായാലും ശരി ഈ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാവുന്ന സോണാണ് 24,324. സോ ബംഗാൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും മേ ബി ഒരു ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് പൊസിഷൻസ് ഒക്കെ നോക്കുന്നവർ, ഹോൾഡ് ചെയ്യുന്നവരും കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പം മൈനറിൽ ഇൻട്രാഡേ ലെവലായിട്ട് 24,300 നമുക്കൊരു സെല്ലിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, 24,300. ആൻഡ് ഈ സോൺ ഉണ്ടല്ലോ, ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന സോണ് നമുക്കൊരു മൈനർ എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മൈനർലി ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് മേ ബി ഈ ഒരു ഏരിയയിലും ഉണ്ടാവാം. അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഏരിയ കൺട്രോൾ ചെയ്ത് പോകാനും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 23,799 അല്ലെങ്കിൽ 23,800 എന്ന് പറഞ്ഞ ഈ സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നുണ്ടായാൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ 23,554 ഒരു ലിക്വിഡിറ്റി സോണായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും വലിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം ലൈവായിട്ട്. എന്തായാലും ഞാൻ എൻ്റെ ലെവൽസ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ കാണും, നമുക്ക് നോക്കാം. ആൻഡ് ഇന്ന് സ്റ്റോക്സിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കമ്പനികളുടെ. ഇപ്പോൾ ടാറ്റ ടെക്നോളജീസ്, സാരഥി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, അംബുജ ഏതർ, BHEL, ക്യാംസ്, CSB ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ജ്യോതി ലാബ്സ്, KE ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫിനാൻസ്, പെട്രോനെറ്റ് LNG, ശോഭ, ടാറ്റ കെമിക്കൽസ്, വോക്ഹാർഡ് തുടങ്ങിയ കമ്പനികളുടെ ഏർണിംഗ്സ് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അദാനി ENTയുടെ ആണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ലോ സ്റ്റാൻഡ്സ് 220.7 crores. ഓക്കെ, കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. 3,551 കോടിയിൽ നിന്ന് 4,026 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ വീക്ക്ലി വീഡിയോയിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ് പ്രോഫിറ്റ് ജംപ് 19.2%, 650 കോടിയിൽ നിന്നും 656 കോടിയിലേക്ക് മാറി. ACEC ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. സുന്ദരം ഫാസ്റ്റനേഴ്സിൻ്റെ പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ക്യാപ്രി ഗ്ലോബലിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. 177 ക്രോസിൽ നിന്നും 282 ക്രോസിലേക്ക് ക്യാപ്രി ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ പോയിട്ടുണ്ട്. അപ്പം ആൻഡ് ഈവറെഡി ഇൻഡസ്ട്രീസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോസ് നിയർലി 14-fold to 141.8 crores, 10 കോടിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള കമ്പനിയാണ് ഈവറെഡി. ആൻഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷനാണെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെന്നുള്ള ന്യൂസും ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് ബേസ്ഡ് വരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വലിയ പൊസിഷൻസിലേക്ക് പോകും മുന്നേ നമുക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥകൾ, ഇന്നത്തെ ഒരു ബംഗാൾ റിസൾട്ട് ആയിരിക്കും മെയിൻ ഫോക്കസ്. ആൻഡ് തമിഴ്നാട്, ഇത് രണ്ടിൻ്റെ റിസൾട്ടിന് ശേഷം കൂടുതൽ പൊസിഷൻസിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ താങ്ക് യു.